സോസേജ് വെച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റാമെന്ന് ആലോചിക്കണം നമുക്ക് ദിവസം. സോ ഗുഡ് മോർണിംഗ് എവരിവൺ. ഇതാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് വിചാരിച്ചു എൻ്റെ കയ്യിൽ കുറച്ച് റൈസ് ബാക്കിയുണ്ട്, അപ്പം ഞാൻ അതും ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു തട്ടിക്കൂട്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. സോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഞാൻ ഫ്രൈ ആക്കാനുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പോഴാണ് ഞാൻ വെച്ചാൽ ഓക്കെ ഇത് വീഡിയോ എടുത്തേക്കാം, വൈ നോട്ട്, നമുക്ക് എന്ത് വീഡിയോ എടുത്തേക്കാലോ. സോ കാശ്മീരി മുളക് പൊടി ഞാൻ കുറച്ചിട്ട് മഞ്ഞൾ ഇട്ടു. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഏതാ, ഉപ്പ്, ഈ ഉപ്പ് എവിടെ വെച്ചാലും കാണൂല ദൈവമേ. കുറച്ച് ഉപ്പ്, എന്തെങ്കിലും കുഴപ്പമില്ല, ഫ്രൈ ആക്കാനല്ലേ പോകണം. കുറച്ച് ഉപ്പെടുത്തു. ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന കോൺഫ്ലവർ എടുത്തു ഇടാണ് എനിക്ക് വേണ്ടത്. ഇത് ഓൾറെഡി സ്പൈസിയാണ് സോസേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇനി ഇടാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. ഒരിത്തിരി കുരുമുളക് പൊടി ഇട്ട് എന്നിട്ട് ഞാനിതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട്, സാധാരണ ഒരു ഫ്രൈ ചെയ്യണതിൻ്റെ ഒരു എന്താ പറയുക ബേസിക്കാണ് ഇത്രയും സാധനങ്ങൾ. ഞാൻ ഇതിനങ്ങനെ തന്നെ ഇതിലേക്ക് ഇട്ടാലോ എന്ന്. സോസേജ് ഓൾറെഡി നല്ല വെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലിട്ട് നമ്മൾ ഈ ഡ്രൈ ആയിട്ടുള്ള പൊടിയുടെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, നന്നായി പിടിക്കും. നമ്മൾ വേറെ എക്സ്ട്രാ എന്താ പറയുക എണ്ണയൊക്കെ ഒഴിച്ച് അങ്ങനെ ചെയ്യുന്നവരുണ്ട്, കുഴപ്പമില്ല. പക്ഷെ നമ്മളിത് ഡ്രൈ ആയിട്ടാണ് സാധനം ഫ്രൈ ആക്കാൻ പോകുന്നത്. സോസേജ് ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പാൻ ചൂടാക്കിയിട്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. ഓക്കെ, എണ്ണ ചൂടാവുന്ന ടൈം കൊണ്ട് നമുക്ക് എന്താ പറയുക ഇതൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാം. സവാള, തക്കാളി ഇതൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാം. ഇത് ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് കുറച്ചെടുത്തിട്ടുള്ള കുറച്ച് ചോറ് നമ്മുടെ കയ്യിലുള്ളത്. ഞാൻ ഓൾറെഡി ചോറൊക്കെ വെച്ച് വെച്ചപ്പോൾ ഒരാൾക്കുള്ളൊരു ഫുഡ് എന്നുള്ള പോലെ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പം അതിന് നോക്കി നല്ലോണം ഇത് കിടന്ന് ഫ്രൈ ആവും. ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്
സവാളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ അടുത്തൊരു മിക്സ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ഉണ്ടാക്കിയിട്ട് എന്താ അതിൻ്റെ ഉള്ളിലേക്ക് ഇതിട്ടിട്ട് നമ്മൾ ചോറും കൂടെ മിക്സ്, അങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ സാധാ യൂഷ്വൽ ഫ്രൈഡ് റൈസിൻ്റെ ഒരു സ്റ്റൈലിൽ നോക്കാം. ആ സമയം കൊണ്ട് ഞാനൊരു ഇഞ്ചിരി കഷ്ണം കൊണ്ടുവന്ന്, നമുക്ക് ഇത്രയും ആവശ്യമാണ്, അമ്മയ്ക്കൊന്നും ഉണ്ടാവില്ലല്ലോ. ഇഞ്ചിരി കഷ്ണമൊക്കെ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഇത് അരിഞ്ഞ് വയ്ക്കാം. സോസേജ് നല്ലവണ്ണം ഫ്രൈ ആവുന്നുണ്ട്, നമുക്ക് തീ ഒന്ന് കുറച്ചിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇഞ്ചി കഷ്ണം ക്ലീൻ ആക്കാം. ഇഞ്ചിയൊക്കെ കറിയിലൊന്നും നല്ലതാണ് കേട്ടോ. ഇതിലാണെങ്കിലും ഇഞ്ചിയുടെ ഒരു പ്രസൻസ് ഇങ്ങനെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഞാൻ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ കറിയിലൊക്കെ വെളുത്തുള്ളി വേഗം കുറയ്ക്കും, ഭയങ്കര മടിയ വെളുത്തുള്ളി അരിയാൻ. പക്ഷേ ഇപ്പോഴത്തെ ഇറ്റ്സ് ഗുഡ്. നമ്മളൊന്ന് ക്ലീൻ ആക്കാം. അതിന് മണ്ണിൻ്റെ ഒരു ചെറിയൊരു പ്രസൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് വരാം ഇഞ്ചി. ഓക്കെ, ഇഞ്ചി കഴുകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഫ്രൈയിലിട്ട സാധനങ്ങൾ, സോസേജിൻ്റെ അത്യാവശ്യം ഫ്രൈ ചെയ്യേണ്ട കണ്ടോ, അത്യാവശ്യം ഇത് ഫ്രൈ ചെയ്തു. നമുക്കത് മാറ്റിയിട്ട് വയ്ക്കാം. ടിഷ്യൊക്കെ എടുത്തതാക്കിട്ടോ. ഞാൻ പിന്നെ ഇത് അധികം ഒപ്പിയെടുക്കാൻ നിൽക്കണില്ല, ബിക്കോസ് അഗൈൻ നെക്സ്റ്റ് ഇതിലേക്ക് ഇടേണ്ടതാണല്ലോ വരയ്ക്കുക. അതുകൊണ്ട് ഞാനധികം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതിന് വേണ്ട, നമുക്ക് കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ട് കറിയാക്കാനുള്ള എണ്ണ കുറച്ച് മാറ്റി വയ്ക്കുമ്പോഴാണ്. എൻ്റെ ഒരു കുഞ്ഞി പാത്രം ഇരിക്കുന്നുണ്ട്, അത് ഓഫ് ചെയ്തിട്ട് എണ്ണ ഉള്ളിലേക്ക് പകർത്തി കുറച്ചൊന്ന് എണ്ണ പാറ്റി അതിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ നെക്സ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ മാത്രം കുറച്ച് ബാക്കി വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഇതിലേക്ക് പകർത്തിയെടുത്തു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ഇഞ്ചി ഇടും. നമ്മുടെ ബേസിക് സാധനങ്ങൾ നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് തൊട്ടിട്ട് ഒരു കറി ടൈപ്പ് നമ്മളാക്കി എടുക്കാൻ പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം, ആദ്യം ഇഞ്ചി ചെറിയ കഷ്ണമാക്കിയിട്ട് നല്ലതാണ്. ഇതിൽ എന്താ പ്രശ്നം വെച്ചാൽ ഇലക്ട്രിക്കൽ എന്താ പ്രശ്നം വെച്ചാൽ ഭയങ്കര ചൂടാവും പെട്ടെന്ന്. ഒരു 1000 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു തീയിലിട്ട് വെച്ചേക്കുക. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇഞ്ചി ഞാൻ പരിഞ്ഞു, നമുക്ക് ഇത്രയും വേണ്ട, നമുക്കൊരു ഒരാൾക്കുള്ള ഇതുള്ളൂ. അപ്പോൾ തരി ഇഞ്ചി എടുത്തിട്ട് നമ്മളത് ഫ്രൈ ചെയ്യാനിട്ടു. എൻ്റെ കയ്യിൽ ഏതാ അത് കയ്യിലുണ്ട് ഇത് വലുത്. ഒന്നും എടുത്ത് വെച്ചിട്ടില്ല, അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ കഴിക്കുന്നുണ്ട്. ഇഞ്ചി ഒന്ന് നല്ലോണം വാടി വരുമ്പോൾ ഒരു എരിവ് പറഞ്ഞാൽ ഞാനൊരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിടാം. പിന്നെ ആ ഒരു ഓർഡറിൽ സവാള ഇടാം, തക്കാളി ഇടാം. ഇതാണ് നമ്മൾ ഓർഡർ കേട്ടോ. അപ്പോൾ ഞാനിത് ഓരോന്ന് ഇട്ട് പോകും, അല്ലെങ്കിൽ ഇത് വീഡിയോ ഭയങ്കര ലെങ്തിയാവും. ഞാനിത് മുളകിട്ടു,
മുളക് ഇട്ട കാരണം ഞാൻ ഈ പൊടി അധികം ഇടില്ല. ഒരു തേരിന് മാത്രമേ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇപ്പം അതിൽ ഞാനിടാൻ പോകുന്നത് മുളക് പൊടി. മുളക് പൊടി കുറച്ച് മുളക് പൊടി ഇടാം. ഇനി കാണില്ല എന്താ വേണ്ടത്, ഈ തക്കാളി നല്ലോണം വാടി വേണം. അതുപോലെ തന്നെ നമുക്ക് അടച്ചു വയ്ക്കാം. തക്കാളി നല്ലോണം വാടി വേണം. അതുപോലെ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലിടാൻ പറ്റും. നമുക്കിപ്പോൾ എന്തെങ്കിലും എനിക്കിപ്പോൾ ഇതിടണമെന്നുണ്ട്, പെരുംജീരകം. നമ്മൾ അത്യാവശ്യം മസാല ഐറ്റംസിലൊക്കെ പെരുംജീരകമൊക്കെ ഇട്ടെങ്കിൽ നല്ല രസമുണ്ടാവും. പിന്നെ എന്താ പറയുക, പിന്നെ ഞാനതിന് സെറ്റാക്കാൻ നമുക്ക് തോന്നാതൊക്കെ ആഡ് ചെയ്യാം. നമ്മൾ ഇനി ഒരു മസാല സ്റ്റൈല് കറി ഇതാണ് വെക്കുന്നത്. ഈ സോസേജ് ഇട്ട് നമ്മൾ റൈസിൽ ആഡ് ചെയ്ത് അങ്ങനെ ഒന്നില്ലെങ്കിൽ സോസേജ് കറി ആക്കിയിട്ട് ഇത് റൈസ് കൂടെ കൂട്ടി കഴിക്കും. നമുക്ക് റൈസും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനൊരു അങ്ങനത്തെ ഒരു കറി വേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ നേരിട്ട് നല്ല രസത്തിലേക്കാണ്. നന്നായി തക്കാളി നന്നായി വാടി വരണം. അതിൻ്റെ ഒരു കൂട്ടണം. കറി നന്നായി ഇഷ്ട സാധനങ്ങൾ നന്നായി വാടി വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് മസാലകൾ ആഡ് ചെയ്യുന്നത്. നമ്മൾ സാധനം യൂഷ്വൽ എന്താ പറയുക, മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ പൊടികൾ ആഡ് ചെയ്യും. ഞാൻ പാൻ ഇട്ടിട്ട് പൊടികൾ നമ്മൾ ഗരം മസാല, മല്ലിപ്പൊടി, കുറച്ച് മുളക് നമ്മൾ ആഡ് ചെയ്തു. ഗരം മസാല ഒരു അരി ആഡ് ചെയ്യാൻ പാടുന്നു. ഒരു ടീസ്പൂണൊന്നും പറയണ്ട. പിന്നെ മല്ലിപ്പൊടി എല്ലാതും ക്വാണ്ടിറ്റി ഇപ്പോൾ ഒരാൾക്കുള്ള കാരണം ഞാൻ അധികം ആഡ് ചെയ്തിട്ടില്ല. അതും നന്നായിട്ടത് മിക്സ് ചെയ്യാം. കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മസാലകളൊക്കെ നന്നായി ഇട്ടിട്ട് അത് നന്നായി ചൂടായിട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു മസാല കറിയാക്കാൻ പോണ പോലെ നമ്മൾ ഒരു പെരി വെള്ളം ഒഴിക്കും. നമ്മൾ നല്ല മസാല നല്ലോണം ഇതായിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ സ്മെല്ല് മാറുന്നതാണ് നമ്മൾ തരി ഒരു 1/2 കപ്പ് മാത്രമാണ് നമുക്ക് ഒഴിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഗ്രേവി ഇങ്ങനെ ഉണ്ടോ. ഞാൻ ഇതിൽ വഴുതനങ്ങ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കൂടെ ചേർത്തുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു പച്ചക്കറി ഏതാണെന്നെങ്കിൽ അതിൻ്റെ ഒപ്പം ചേർക്കാല്ലേ. നമുക്ക് റൈസിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. എന്തെങ്കിലും ഒരു വെജ് വഴുതനങ്ങ വാട്ടി ചേർക്കുന്നത് ചേർക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കണം സോസേജ് അറിയാം. More interesting. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്.
സോസേജ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾക്ക്. ഇനി മൂടി വയ്ക്കുക കുറച്ച് നേരം, ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് നന്നായി വെന്ത് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ സോസേജിൻ്റെ ഗ്രേവി. കാണുമ്പോൾ ഒരു എന്താ പറയുക, ബീഫൊക്കെ പോലെ. നമുക്ക് ഇതിലൂടെ ചോറിലോ എന്ത് ഗ്രേവി ചോറ് മിക്സ് ചെയ്തിട്ട് ഞാൻ അപ്പോൾ കഴിക്കാൻ പോകണം. അതിനൊരു റൈസ് മിക്സ് ചെയ്തിട്ടുണ്ട്, സോസേജ് റൈസ് ആയിരുന്നു നോക്കാം. ലഞ്ചിനെ പറ്റി ചോറ് മിക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ചോറിന് കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഉണ്ടാവും ഇനിയെങ്കിലും അപ്പം നിങ്ങൾ ബിരിയാണി റൈസിൻ്റെ കൂടെയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, സോസേജ് ബിരിയാണി ആക്കിയെടുക്കാം. ഫുൾ ഗ്രേവി നമ്മളതിൻ്റെ സാധനം ബിരിയാണി പോലെ. ഇപ്പോൾ സാധാ റൈസ് എടുത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ബിരിയാണി റൈസ് ഇപ്പോൾ അതുപോലെ ചെയ്യണമെങ്കിൽ ഒരു വിസിലിൽ കുക്ക് ചെയ്തിട്ട് ഞാൻ മിക്സ് ചെയ്യാം. അപ്പോൾ സോസേജ് ബിരിയാണി ഉണ്ടാക്കാം. അക്സെപ്റ്റ് ചെയ്യും. ഇതിലേക്ക് കറിയായിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. എനിക്കിപ്പോൾ ചോറിൽ മിക്സ് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ഞാനത് ഇങ്ങനെ മിക്സ് ചെയ്യും. അപ്പോൾ അത്രയാണ് നമ്മുടെ ഡിഷ്. ട്രൈ ചെയ്ത് കേട്ടോ. ഓക്കെ നൈസ്. ബൈ. നല്ല വീഡിയോസ് ഞാൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്തിരിക്കും. പിന്നെ കാണാം. ബൈ.